ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. ഫെബ്രുവരി 1 തൊട്ട് 8 വരെയുള്ള വാർത്തകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 9 തൊട്ട് 15 വരെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്താണ്, നമ്മുടെ ചാനലിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സമയം കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് ദ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ 2025? പ്രവാസി ഭാരതീയ ദിവസ് നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് ദ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ 2025 എവിടെയാണ്? ഒരു ക്ലൂ തരാം കേട്ടോ. ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ക്ഷേത്ര നഗരം. അതുപോലെ തന്നെ കത്തീഡ്രൽ സിറ്റി എന്നൊക്കെയാണ് നഗരം അറിയപ്പെടുന്നത്. ഓർമ്മ വന്നോ? ഏതാണ്? നമ്മളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു നഗരമാണ് ഭുവനേശ്വരാണ്. ഒഡീഷയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ഭുവനേശ്വറിലാണ് പ്രവാസി ഭാരത് ദിവസ് കൺവെൻഷൻ നടന്നത്. ഒഡീഷ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഹൃദയമാണോ അതോ ഇന്ത്യയുടെ ആത്മാവാണോ? ഇന്ത്യയുടെ ഹൃദയം ഏതായിരുന്നു? മധ്യപ്രദേശ് ആയിരുന്നു അല്ലെ? ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഏതാണ്? ഒഡീഷയാണ്. പ്രാചീന കാലത്ത് കലിംഗ, ഉത്കല എന്നീ പേരുകൾ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വൈദ്യുതിയുടെ ഉൽപാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനവും ഒഡീഷ തന്നെയാണ്. പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ് ഇത് ഒഡീഷ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അല്ലെ? പ്രശസ്തമായിട്ട് നമ്മൾ പറഞ്ഞു, പ്രാചീന കാലത്ത് കലിംഗ എന്നൊക്കെയാണ് ഒഡീഷ അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ്? പ്രശസ്തമായ കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഒഡീഷയാണ്. പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ബാലിയാത്ര എന്ന ആഘോഷം പ്രചാരത്തിലുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ്? ഒഡീഷ തന്നെയാണ്. ഒഡീഷ നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. തലസ്ഥാനം ഭുവനേശ്വരാണ് അല്ലെ? ഭുവനേശ്വറാണ്. സംസ്ഥാന മൃഗം സംബാർ, സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളർ, സംസ്ഥാന പുഷ്പം അശോകം. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: വിച്ച് സിറ്റി ഇസ് ദ വെന്യൂ ഓഫ് ഗംഗാ ഉത്സവ് 2024? ഏത് സിറ്റിയിലാണ് ഗംഗാ ഉത്സവ് നടന്നത്? എവിടെയാണ് എന്നാണ് ചോദ്യം. ഗംഗാ ഉത്സവ് 2024. ദ റൈറ്റ് ആൻസർ ഈസ് ഹരിദ്വാർ. ഹരിദ്വാർ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് അല്ലേ? ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഇത്, ഉത്തരാഖണ്ഡ് അല്ലേ? ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള സംസ്ഥാനമാണ്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. സംസ്കൃതം അവിടുത്തെ ഔദ്യോഗിക ഭാഷയാണ്. അപ്പോൾ സംസ്കൃതം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? ഉത്തരാഖണ്ഡാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നു അല്ലെ? ഉത്തരാഖണ്ഡ് നിലവിൽ വന്നത് 2000 നവംബർ 9-നാണ്. തലസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നാണ് ഡെറാഡൂൺ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നാണ് ഡെറാഡൂൺ അറിയപ്പെടുന്നത്. കാരണം കുറേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയത്തിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. ONGC കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതിൻ്റെ ആസ്ഥാനവും ഡെറാഡൂൺ തന്നെയാണ്. രാഷ്ട്രീയ മിലിറ്ററി കോളേജിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും ഡെറാഡൂൺ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനമായിട്ട് ഡെറാഡൂൺ മാറിയത്. ഡെറാഡൂൺ ഏതിൻ്റെ തലസ്ഥാനമാണ്? ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന, പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഡെറാഡൂൺ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നാണ് ഡെറാഡൂൺ അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ ഉത്തരാഖണ്ഡ് നിലവിൽ വന്ന് 2000 നവംബർ 9 അല്ലെ? ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണല്ലോ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. സംസ്ഥാന മൃഗം കസ്തൂരിമാനാണ് കേട്ടോ. സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാൽ, സംസ്ഥാന പുഷ്പം ബ്രഹ്മകമലാണ്.
നമ്മൾ പറഞ്ഞു ഗംഗാ ഉത്സവ് അതെവിടെയായിരുന്നു? ഹരിദ്വാറിലായിരുന്നു. അതുപോലെ തന്നെ നമാമി ഗംഗ എന്ന പദ്ധതി ആരംഭിച്ചതും ഹരിദ്വാറിൽ തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? ഉത്തരാഖണ്ഡ് തന്നെയാണ് കേട്ടോ. ടൈഗർ സെൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പാരീസിൽ നടന്ന രണ്ടാമത് ഗ്ലോബൽ സ്കിൽ ഡെവലപ്മെന്റ് സമ്മേളനത്തിൽ മികവിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. 2ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന വ്യവസ്ഥയോടെയുള്ള പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനവും ഉത്തരാഖണ്ഡ് തന്നെയാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഹു വാസ് എലക്റ്റഡ് ആസ് ദ 47th പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? അല്ലെ, US-ന്റെ 47ാം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അല്ലെ, US-ന്റെ 47ാം പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ചുമതലയേറ്റത്? ജനുവരി 20-നാണ് ചുമതലയേറ്റത്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. US പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. എത്ര വയസ്സായി അദ്ദേഹത്തിനും? 78 വയസ്സായിരുന്നു. 4 വർഷം മുൻപേ ജോ ബൈഡൻ സൃഷ്ടിച്ച റെക്കോർഡാണ് ട്രംപിന്റെ 2ാം വരവില് വഴിമാറിയത് കേട്ടോ. ഒപ്പോസിഷൻ ആരായിരുന്നു? കമല ഹാരിസ് ആയിരുന്നു. അല്ലെ, ട്രംപിന് എത്ര വോട്ടാണ് കിട്ടിയത്? 321 ഇലക്ട്രൽ വോട്ടുകളാണ് കിട്ടിയതെങ്കിൽ കമല ഹാരിസിന് 226 ഇലക്ട്രൽ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം ഒപ്പുവെച്ച ഉത്തരവുകൾ ഒന്നാണ് ഈ WHO നിന്നുള്ള പിന്മാറ്റം എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന ഉണ്ടല്ലോ, WHO, അതിൽ നിന്ന് US പിന്മാറിയിരിക്കുകയാണ്. പ്രസിഡന്റായിട്ട് വീണ്ടും അധികാരത്തിലേറ്റ ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒപ്പുവെച്ച ഉത്തരവുകളിൽ ഒന്നാണ് WHO നിന്നുള്ള പിന്മാറ്റം എന്ന് പറയുന്നത്. കോവിഡ് ഉൾപ്പെടെയുള്ള ആഗോള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന പൂർണ്ണ പരാജയമായിരുന്നെന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി. ഓക്കെ, ട്രംപിന് തിരിച്ചുവരവോടെ പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും വീണ്ടും US പിന്മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പോടുകൂടി വന്ന ഒരു വലിയൊരു മാറ്റമാണ് സ്വർണ്ണക്കയറ്റം എന്ന് പറയുന്നത്. പവന് 60,000 കടന്ന് എത്രയായിട്ടാണ്? 60,000 രൂപ കടന്നിരിക്കുകയാണ്. ജനുവരി 22-നാണ് 60,000 രൂപ കടന്നത്. അല്ലേ, അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിട്ട് അദ്ദേഹം ചുമതലയേറ്റതോടുകൂടി സുപ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അതിന് പിന്നാലെ രാജ്യാന്തര സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടായി. അങ്ങനെ കുതിപ്പുണ്ടായാണ് കേരളത്തിലെ റെക്കോർഡ് നേട്ടം എന്ന് പറയുന്നത്. കേരളത്തിൽ 1 പവൻ സ്വർണ്ണത്തിന്റെ വില ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനുവരി 22-ന് 60,000 രൂപ കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 31-ന് രേഖപ്പെടുത്തിയ ഗ്രാമിന് 7,455 രൂപയായിരുന്നു. പവന് 59,640 രൂപ എന്ന റെക്കോർഡാണ് ജനുവരി 22-ന് ഗ്രാമിന് 7,525 രൂപയും പവന് 60,200 രൂപയുമായിട്ട് ഉയരത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെ പവൻ 60,000 കടന്നിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം, ഹു ഈസ് ദ 3rd യങ്ങസ്റ്റ് വൈസ് പ്രസിഡന്റ് ഇൻ ഹിസ്റ്ററി? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ചരിത്രത്തിൽ തന്നെ കേട്ടോ, ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്. ആരാണ്? US വൈസ് പ്രസിഡന്റ് ആണ് JD വാൻസ്. ഓക്കെ, ദരിദ്ര കുടുംബത്തിൽ നിന്ന് US വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറിയിരിക്കുന്ന JD വാൻസ് ആണ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവിലെ ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നത്. അമേരിക്കയുടെ ആദ്യ മില്ലേനിയൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെയിംസ് ഡേവിഡ് വാൻസ് എന്ന JD വാൻസ് ആണ് US രാഷ്ട്രീയത്തിലെ പുത്തൻ താരോദയം. വെറും 40 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് ആയിട്ടുള്ളൂ. ഒരു കാലത്ത് അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു JD വാൻസ്. ഒരിക്കലും ട്രംപ് അമേരിക്കയുടെ ഹിറ്റ്ലർ ആണോ എന്നടക്കം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. 2020-ലാണ് വാൻസ് ട്രംപിന്റെ അനുയായിയായിട്ട് മാറിയത്. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിന്റെ 2ാം വരവിൽ നിർണായകമായ ഒന്നാണ് വാൻസിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരനായിരുന്ന JD വാൻസിനടക്കം എന്തായി മാറാം? US-ന്റെ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് എത്താം എന്നുള്ളത് സാധാരണക്കാരായ വോട്ടർമാരെ വലിയ തോതിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്. JD വാൻസ്, അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. കാരണം ഏതൊരു സാധാരണക്കാരനും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു ജീവിതമാണ്. കാരണം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് എത്തിയത്. അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു, നമ്മൾ പറഞ്ഞല്ലോ. എഴുത്തുകാരനാണ് അദ്ദേഹം. ഒഹിയോവിലെ മിഡിൽട്ടണിൽ 1984 ഓഗസ്റ്റ് 2-നാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേര് ഡൊണാൾഡ് ബൊമാൻ, അതുപോലെ തന്നെ ബെവേർലി കാരൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേര്.
അമ്മ ലഹരി മരുന്നിന് അടിമയായിരുന്നു. ലഹരി മരുന്നിന് അടിമയായ അമ്മയോടൊപ്പമുള്ള ബാല്യം പട്ടിണിയും ദുരിതവും നിറഞ്ഞതായിരുന്നെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ജെയിംസ് ഡൊണാൾഡ് ബൊമാൻ എന്നായിരുന്നു വാൻസിന്റെ ആദ്യ പേര്. മാതാപിതാക്കളുടെ ദാമ്പത്യ തകർച്ചയെ തുടർന്ന് അമ്മയുടെ മൂന്നാമത്തെ ഭർത്താവാണ് ജെയിംസിനെ ദത്തെടുത്തത്. ജെയിംസ് ഡേവിഡ് ഹാമൽ എന്ന പേരും അദ്ദേഹമാണ് നൽകിയത്. പിന്നീട് അമ്മയുടെ മാതാപിതാക്കൾ രക്ഷിതാക്കളായി എത്തിയപ്പോൾ വാൻസ് എന്ന കുടുംബ പേരും സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ എന്തായി മാറി? JD വാൻസ് അല്ലെങ്കിൽ ജെയിംസ് ഡേവിഡ് വാൻസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ഒഹിയോ സ്റ്റേറ്റ് സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിലും ഫിലോസഫിയിലും അദ്ദേഹം ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. യേൽ സ്കൂൾ ഓഫ് ലോയിലെ ബിരുദം എന്നിവ നേടിയ വാൻസ് ട്രംപ് കേഡറിലെ ബുദ്ധിജീവി എന്നാണ് അറിയപ്പെടുന്നത്. US നാവികസേനയിൽ അംഗമായിരുന്ന വാൻസ് ഇറാഖ് യുദ്ധകാലത്ത് സൈനിക പത്രപ്രവർത്തകനായിരുന്നു. JD വാൻസിനൊരു ഇന്ത്യൻ കണക്ഷൻ ഉണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇന്ത്യക്കാരിയാണ്, ആന്ധ്രാകാരിയാണ്. രാധാകൃഷ്ണ ലക്ഷ്മി ദമ്പതികളുടെ മകളായിട്ടുള്ള ഉഷ ചിലുക്കുറിയാണ് JD വാൻസിൻ്റെ ഭാര്യ, പങ്കാളി എന്ന് പറയുന്നത്. അവർ 1980 US കുടിയേറിയത്, രാധാകൃഷ്ണ ലക്ഷ്മി ദമ്പതികൾ. അങ്ങനെ അവരുടെ മകളായിട്ട് ഉഷ ചിലുക്കുറി ജനിക്കുകയും 2014 ഹിന്ദു മതാചാര പ്രകാരം JD വാൻസും ഉഷയും വിവാഹിതരാവുകയും ചെയ്തു. നിയമബിരുദവും ചരിത്രത്തിൽ MPhilഉം നേടിയ ഉഷ അഡ്വക്കേറ്റ് ആയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മക്കളാണ് ഇവർക്ക്. ഇവാൻ, വിവേക്, മിറാബൻ എന്നിങ്ങനെ 3 മക്കളാണ് JD ഉഷ ദമ്പതികൾക്കുള്ളത്. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? ജെയിംസ് ഡേവിഡ് വാൻസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആരാണ്? ഇന്ത്യക്കാരിയാണ്, ഉഷ ചിലുക്കുറി വാൻസ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് വോൺ ദ ബെസ്റ്റ് ടാബ്ലൂ അവാർഡ് അറ്റ് 76 റിപ്പബ്ലിക് ഡേ 2025? ഏത് സ്റ്റേറ്റിനാണ് ബെസ്റ്റ് ടാബ്ലൂ അവാർഡ് കിട്ടിയത്? റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഏത് സ്റ്റേറ്റിനാണ് ബെസ്റ്റ് ടാബ്ലൂ അവാർഡ് നേടിയത്? ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനമാണ്? ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ആര്യവർത്തം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന കാര്യം, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇപ്പൊ കിട്ടിയാൽ ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് വോൺ ദ ബെസ്റ്റ് ടാബ്ലൂ അവാർഡ് അറ്റ് 76 റിപ്പബ്ലിക് ഡേ 2025. ഉത്തർപ്രദേശിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ. അപ്പൊ എത്ര എണ്ണമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്? 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകളുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനം. ലോക്സഭ രാജ്യസഭാ സീറ്റുകൾ കൂടുതലുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനം. ഗ്രാമനിവാസികൾ കൂടുതലുള്ള സംസ്ഥാനം. എല്ലാം അവിടെ കൂടുതലാണ് അല്ലെ. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ് ഉത്തർപ്രദേശ് അറിയപ്പെടുന്നത്. യുണൈറ്റഡ് പ്രൊവിൻസ് എന്നാണ്. ചൗരി ചൗര സംഭവം ഉണ്ടല്ലോ, അത് നടന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏത് വർഷമാണ്? 1922. ഗോതമ്പ്, കരിമ്പ്, ബാർലി എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. അവിടെ ഒരു സർവകലാശാലയുണ്ട്. എന്തിനു വേണ്ടിയാണ്? എന്താണ് ആ സർവകലാശാലയുടെ പ്രത്യേകത? എന്താണ്? വികലാംഗർക്ക് വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26 തലസ്ഥാനം ലക്നൗ ആണ്. അതുപോലെ തന്നെ സംസ്ഥാന മൃഗം ചതുപ്പുനിലം മാൻ, സംസ്ഥാന പക്ഷി സരസക്കൊക്ക്, സംസ്ഥാന പുഷ്പം ബ്രഹ്മകമൽ. ഓക്കെ. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് യൂണിഫോം സിവിൽ കോഡ്? യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഉത്തരാഖണ്ഡ്. നമ്മൾ ഉത്തരാഖണ്ഡിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ ദേവഭൂമി അല്ലെ, പൂക്കളുടെ താഴ്വര എന്ന് അറിയപ്പെടുന്ന ഉത്തരാഖണ്ഡാണ് യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക വ്യക്തി നിയമം. ഏക വ്യക്തി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭാര്യത്വവും അതുപോലെ തന്നെ ബഹുഭർത്തൃത്വവും വിലക്കുന്ന കോഡാണ് ഈ സിവിൽ കോഡ്, ഏക വ്യക്തി നിയമം എന്ന് പറയുന്നത്. അതായത് വിവാഹത്തിനും വിവാഹമോചനത്തിനും, നമ്മൾ പറഞ്ഞു വിവാഹത്തിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ, അതുപോലെ തന്നെ വിവാഹമോചനത്തിനും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ വിവാഹത്തിനും വിവാഹമോചനത്തിനും പുറമെ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവരുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതാണ് ഏത്? ഏക വ്യക്തി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ജനുവരി 28 മുതൽ ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നതായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം, കൻഹ ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ് കൻഹ ടൈഗർ റിസർവ്? അല്ലെ, എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലേ. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിലാണ് കൻഹ ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പ്രത്യേകതകളാണ് മധ്യപ്രദേശിനുള്ളത്? നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്, കടുവ സംസ്ഥാനമാണ്, സോയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ്. വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏതാണ്? മധ്യപ്രദേശ് തന്നെയാണ്. പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്ന് മധ്യപ്രദേശ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സിൻഗൌളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. കബീർ സമ്മാനം, കാളിദാസ് പുരസ്കാരം, താൻസൻ സമ്മാനം എന്നീ പുരസ്കാരങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് ഇത് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം അത് ഏതാണ്? മധ്യപ്രദേശാണ്. നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 തന്നെയാണ്. സംസ്ഥാന മൃഗം ഏതാണ്? സ്വാം ഡിയർ ആണ്. സംസ്ഥാന പക്ഷി ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ. ഓക്കെ. സംസ്ഥാന പുഷ്പം പാരറ്റ് ട്രീ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ഹൂ ഹോൾഡ്സ് ദ റെക്കോർഡ് ഫോർ പ്രസന്റിംഗ് ദ മോസ്റ്റ് കോൺസിക്യൂട്ടീവ് യൂണിയൻ ബഡ്ജറ്റ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? അതായത് സ്വതന്ത്ര ഭാരതത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ആരുടെ പേരിലാണ് എന്നാണ് ചോദ്യം. ആരുടെ പേരിലാണ്? നിർമ്മല സീതാരാമൻ അല്ലേ. ഇൻകം ഫ്രം ടാക്സ് എന്നുള്ളതായിരുന്നു ഈ ബജറ്റിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ആദായ നികുതി ഇല്ലെന്ന വമ്പൻ പ്രഖ്യാപനവുമായിട്ടാണ് ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 50,000 രൂപയായിരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 25,000 രൂപ കൂടി വർദ്ധിപ്പിച്ച് 75,000 രൂപയാക്കിയതും നികുതി സ്ലാബുകളിലെ മാറ്റവും TDS പരിധി ഉൾപ്പെടെ ഉയർത്തിയതും എല്ലാം നികുതി ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന ബജറ്റിലെ നടപടികളാണ്. ഇതിലെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണ രംഗത്തെ രാജ്യാന്തര ഹബ്ബാക്കി മാറ്റാൻ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ പോസ്റ്റിനെ ലോജിസ്റ്റിക് കമ്പനി ആക്കാനും ഈ ബജറ്റിന്റെ ഒരു പ്രധാന നയമായി മാറിയിട്ടുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് അവതരണമായിരുന്നു ഇത്തവണത്തെ. അങ്ങനെ സ്വതന്ത്ര ഭാരതത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആരുടെ പേരിലാണ്? നിർമ്മല സീതാരാമന്റെ പേരിലാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ദ പ്രസ്റ്റീജിയസ് സർ ഗർഫീൽഡ് സോബേഴ്സ് അവാർഡ് ഫോർ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അറ്റ് ദ ICC അവാർഡ്സ്? ആർക്കാണ് അവാർഡ് കിട്ടിയത്? ദ റൈറ്റ് ആൻസർ ഈസ് ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറ ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ദ പ്രസ്റ്റീജിയസ് സർ ഗർഫീൽഡ് സോബേഴ്സ് അവാർഡ് ഫോർ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അറ്റ് ദ ICC അവാർഡ്സ്. 2024 മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള സർ ഗാരിഫീൽഡ് സോബേഴ്സ് ട്രോഫി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയിരിക്കുകയാണ് അല്ലേ. ഈ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ ഇന്ത്യക്കാരനും ആദ്യ ഇന്ത്യൻ പേസ് ബോളറുമാണ് കേട്ടോ ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത്. 5ാമത്തെ ആളാണെന്ന് പറഞ്ഞു. ആദ്യത്തെ ആളാരാണ്? രാഹുൽ ദ്രാവിഡ് 2004, 2010 സച്ചിൻ, 2016 R അശ്വിൻ, 2017 18 വിരാട് കോഹ്ലി ആയിരുന്നു. അപ്പം രാഹുൽ ദ്രാവിഡാണ് ആദ്യത്തെ, 2ാമത്തെ സച്ചിൻ, 3ാമത്തെ അശ്വിൻ, 4ാമത്തെ വിരാട് കോഹ്ലി. അപ്പൊ 5ാമത്തെ ഇന്ത്യക്കാരനാണ് ബുംറ. എന്നാൽ ആദ്യത്തെ പേസ് ബോളറും അദ്ദേഹം തന്നെയാണ്. ഇതില് 2024 മികച്ച പുരുഷ ടെസ്റ്റ് താരത്തിനുള്ള ICC പുരസ്കാരവും ആർക്ക് തന്നെയായിരുന്നു? ബുംറയ്ക്ക് തന്നെയായിരുന്നു. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, ഹു ഹോൾഡ്സ് ദ റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് സ്പേസ് വാക്ക് ബൈ എ വുമൺ? ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഇന്ത്യൻ വംശജയായിട്ടുള്ള US യാത്രിക സുനിത വില്യംസ് ആണ് അല്ലേ. അപ്പോൾ സുനിത വില്യംസ് ഹോൾഡ് ദ റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് സ്പേസ് വാക്ക് ബൈ എ വുമൺ.
ജനുവരി 30 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് 5 മണിക്കൂറും 26 മിനിറ്റ് നടന്നതോടെ സുനിതയുടെ ബഹിരാകാശ നടത്തം ആകെ 62 മണിക്കൂർ 6 മിനിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. 2017 നാസയുടെ ബഹിരാകാശ സഞ്ചാരി പെഗി വിറ്റ്സ്റ്റൺ സ്ഥാപിച്ച 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ISROയുടെ 100ാമത്തെ വിക്ഷേപണം ജനുവരി 29 വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഗതിനിർണയ ഉപഗ്രഹം NVS-02 ഭ്രമണപഥത്തിൽ എത്തിച്ചാണ് ISRO 100ാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. GSLV F-15 റോക്കറ്റിലായിരുന്നു 2250 കിലോഗ്രാം ഭാരമുള്ള NVS-02 എന്നതിന്റെ വിക്ഷേപണം നടന്നത്. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനെ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യമാണിത് അല്ലേ. അപ്പൊ ISROയുടെ 100ാമത്തെ വിക്ഷേപണം എന്നായിരുന്നു ജനുവരി 29 എവിടെ വെച്ചിട്ടായിരുന്നു? ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഗതി നിർണയ ഉപഗ്രഹമായിട്ടുള്ള NVS-02 എന്നുള്ളതാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ ചുമതലയേറ്റിരിക്കുന്ന ആരാണ്? അവിടുത്തെ ISRO ചെയർമാനായിട്ട് ചുമതലയേറ്റിരിക്കുന്ന ആരാണ്? ഡോക്ടർ വി നാരായണനാണ് അല്ലെ. അദ്ദേഹം ISRO ചെയർമാനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ദൗത്യമായിരുന്നു ഇത്. ഓക്കെ, ഇന്ത്യ ഇന്ന് വരെ വികസിപ്പിച്ചെടുത്ത ഭൂരിഭാഗം റോക്കറ്റ് എഞ്ചിനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ വി നാരായണൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് ഇന്ധനം നൽകിയ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ പിന്നിലും നാരായണന്റെ പ്രയത്നം വലുതായിരുന്നു. സ്പേസ് കമ്മീഷൻ ചെയർമാൻ, ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി സ്ഥാനങ്ങൾ കൂടി വഹിക്കുന്ന അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇന്ത്യൻ യാത്രികരുടെ ബഹിരാകാശ ദൗത്യമായിട്ടുള്ള ഗഗൻയാനിലും സ്വപ്ന പദ്ധതിയായിട്ടുള്ള സ്വന്തം ബഹിരാകാശ നിലയം, അതായത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മാണത്തിനുമെല്ലാം ഇന്ത്യയെ തയ്യാറെടുക്കുന്നത് ആരുടെ കീഴിലാണ്? അദ്ദേഹത്തിന്റെ കീഴിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫെബ്രുവരി മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ള വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.